ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. പൊങ്കൽ സംക്രാന്തി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ 6 സിനിമകളുടെയും ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ സിനിമ ഗുണ്ടൂർക്കാരത്തിന്റെ അഭിപ്രായങ്ങളെല്ലാം തന്നെ നേരത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. സിനിമ പ്രതീക്ഷിച്ച പോലെ ഒരു പോസിറ്റീവ് പോയിട്ട് എബോ ആവറേജ് അഭിപ്രായങ്ങൾ പോലും നേരിടുത്തിട്ടില്ല. മഹേഷ് ബാബു നായകനെ എത്തിയ ബിഗ് ബഡ്ജറ്റ് മാസ് ആക്ഷൻ ഫാമിലി എന്റർടൈനർ സിനിമയ്ക്ക് ആവറേജ് ബിലോ ആവറേജ് നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം നേരിടുത്തിരിക്കുന്നത്. അഭിപ്രായങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പോലും കളക്ഷൻ നല്ല രീതിയിൽ FT വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാത്തിരിക്കൂ രാത്രി അത് അറിയാനായിട്ട്. രണ്ടാമത്തേത് മെറി ക്രിസ്മസ് എന്ന തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ വിജയ് സേതുപതി സിനിമയുടെ അഭിപ്രായമാണ്. ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു സ്ലോ പേസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഡാർക്ക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണ് വിജയ് സേതുപതി. കത്രീന കൈഫ് എന്നിവർ പ്രധാന റോളുകളിലെത്തിയ മെറി ക്രിസ്മസ് എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടമാകണമെന്നില്ലാത്ത സിനിമയ്ക്ക് ആവറേജ്, എബോ ആവറേജ്, ബിലോ ആവറേജ് എന്നിങ്ങനെയുള്ള ഒരു മിക്സഡ് സ്വഭാവമുള്ള അഭിപ്രായമാണ് ആദ്യ ദിവസം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ സിനിമ ഹനുമാനാണ്. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ പൊങ്കൽ സംക്രാന്തി സിനിമകളിൽ എങ്ങും പോസിറ്റീവ് അഭിപ്രായങ്ങൾ, ഒരിടത്ത് പോലും ഒരു നെഗറ്റീവ് അഭിപ്രായം പോലും വരാത്ത സിനിമയായിട്ട് ഈ ഹനുമാൻ എന്ന പാൻ ഇന്ത്യൻ തെലുഗു സിനിമ മാറുകയാണ്. ചിത്രം ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ ഹീറോ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. എങ്ങും പോസിറ്റീവ് അഭിപ്രായങ്ങൾ, ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ പൊങ്കൽ സംക്രാന്തി റിലീസുകളിൽ ഏറ്റവും കൂടുതൽ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയായിട്ട് നാം കണക്കാക്കുന്നതും ഹനുമാൻ എന്ന സിനിമയാണ്. ഇനി അവസാനമായിട്ട് 3 തമിഴ് സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ഒരു സിനിമ മിഷൻ ചാപ്റ്റർ 1 എന്ന അരുൺ വിജയ് നായകനെ എത്തിയ സിനിമയാണ്. എമി ജാക്സൺ ഒപ്പം തന്നെ നിമിഷ സജീവൻ എന്നിവർ നായിക വേഷങ്ങളിലെത്തിയ തമിഴ് സിനിമ കൂടിയാണ് മിഷൻ ചാപ്റ്റർ 1. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ വളരെ ചുരുക്കം അഭിപ്രായങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അത് പ്രകാരം സിനിമ ആവറേജ് അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത്. ചിത്രം ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇനി ഇന്നേ ദിവസത്തിലെ 2 പ്രധാനപ്പെട്ട തമിഴ് സിനിമകളിലേക്ക് വരികയാണെങ്കിൽ അയലാൻ, ക്യാപ്റ്റൻ മില്ലർ എന്നീ 2 വമ്പൻ തമിഴ് സിനിമകളാണ് ഇന്നേ ദിവസം തമിഴിൽ നിന്നും ബിഗ് ബഡ്ജറ്റ് സിനിമകളായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. 2 സിനിമകളുടെയും ആദ്യ പ്രതികരണങ്ങൾ നിങ്ങൾ പ്രേക്ഷകർ അറിഞ്ഞിട്ടുള്ളത് പോലെ തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് 2 സിനിമകൾക്കും ലഭ്യമായിരിക്കുന്നത്. എന്നാൽ ഒരു വേറെ ലെവൽ പോസിറ്റീവ് അഭിപ്രായങ്ങളിലേക്ക്, എല്ലാത്തരം സിനിമാ പ്രേമികളെയും സംതൃപ്തിപ്പെടുത്തുമെന്നൊരു അഭിപ്രായങ്ങളിലേക്ക് 2 സിനിമകളും പോയിട്ടില്ല എന്ന് പ്രത്യേകം എടുത്തു പറയട്ടെ. ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ ഒരു വാർ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. പല വിദേശ സിനിമകളെ, ഇന്റർനാഷണൽ വാർ ആക്ഷൻ സിനിമകളെല്ലാം തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമ മാറുന്നു. പോസിറ്റീവ് ലഭ്യമായെങ്കിൽ പോലും എല്ലാത്തരം സിനിമാ പ്രേമികൾക്കും ഇഷ്ടമാകണമെന്നില്ലാത്ത സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ എന്നൊരു അഭിപ്രായം വരുന്നുണ്ട്. അതേസമയം ശിവകാർത്തികേയന്റെ കരിയറിൽ തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമയായ അയലാൻ എന്ന സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഫാമിലി എന്റർടൈനർ സിനിമയിലേക്ക് വരികയാണെങ്കിൽ കുടുംബ പ്രേക്ഷകർക്കും കുട്ടികൾക്കും ഒരുപോലെ തിയേറ്ററുകളിൽ ആസ്വദിക്കാവുന്ന സിനിമയായിട്ട് അയലാൻ എന്ന സിനിമ മാറുകയാണ്. ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പറയുന്നത് സിനിമയുടെ VFX ആണ്. ചിത്രത്തിലെ ഏലിയനെ ഡബ് ചെയ്തിരിക്കുന്നത് തമിഴ് നടൻ കൂടിയായ സിദ്ധാർത്ഥ് ആണ് എന്ന് പ്രത്യേകം എടുത്ത് പറയട്ടെ. അപ്പോൾ തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ 2 പ്രധാനപ്പെട്ട ഇന്നത്തെ സിനിമകൾക്കും പോസിറ്റീവാണ് ലഭ്യമായിരിക്കുന്നത്. ഇനി നാം ഉറ്റുനോക്കുന്നത് ഈ സിനിമകളുടെ എല്ലാം തന്നെ ബോക്സ് ഓഫീസ് പ്രകടനങ്ങളിലേക്കാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ അവസാനത്തെ 3 തമിഴ് സിനിമകൾക്കും രണ്ടാം ഭാഗ സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ടാണ് സിനിമകൾ അവസാനിച്ചിരിക്കുന്നത്. കാത്തിരിക്കൂ സിനിമകളുടെ വാർത്തകൾ കേട്ടാം.